അപ്പം നമുക്ക് ഇന്ന് ഒരു മഷ്റൂം പൊട്ടാറ്റോ ഓംലേറ്റ് ഉണ്ടാക്കി വയ്ക്കിയാലോ. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ആവശ്യത്തിന് നമ്മളതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള മഷ്റൂമും പൊട്ടറ്റോയും ആദ്യം ഇട്ടിട്ട് ഈ ബട്ടറിൽ അതൊന്ന് സോട്ട് ചെയ്ത് അതിനൊരു വേവുണ്ടല്ലോ, മഷ്റൂമിനും പൊട്ടറ്റോവും ഒന്ന് വെന്ത് വരണം. അപ്പോൾ അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് ആ മഷ്റൂമും നോക്കൊന്ന് വെള്ളം ഇറങ്ങിയിട്ട് അതൊന്ന് വെന്തെടുക്കട്ടെ. അപ്പോൾ അതാ അടപ്പ് തുറന്ന് നോക്കുമ്പോൾ അത് നല്ലോണം വെന്തിട്ടുണ്ട് മഷ്റൂമൊക്കെ. അപ്പോൾ ഈ മഷ്റൂമിനും പൊട്ടാറ്റോയ്ക്കും ആവശ്യമുള്ള കുറച്ച് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് ഞാനൊരു 3 മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെറുതെ ഉപ്പ് മാത്രം ഇട്ടിട്ടാണ് ബീറ്റ് ചെയ്ത് വെച്ചത് കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉള്ളി പച്ചമുളകും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുക, ചെറുതാക്കി അരിഞ്ഞ്. കുട്ടികൾക്കാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് പച്ചമുളക് വേണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. ഇത് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാനൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാട്ടോ. അപ്പോൾ നമ്മൾ ഈ ഉള്ളി അധികം വാടുമൊന്നും വേണ്ട, വെറുതെ ഒന്ന് നമ്മൾ 2 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതൊന്ന് പരത്തി വയ്ക്കാം. അതൊന്ന് സെറ്റാക്കി ഒന്ന് പരത്തി വെച്ചതിന് ശേഷം നമ്മൾ അടിച്ച് വെച്ച മുട്ട, നല്ല ഉപ്പിട്ട് ബീറ്റ് ചെയ്ത് വെച്ച മുട്ട അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കുറച്ച് നേരം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നല്ല സിമ്മാക്കിയിട്ട് വെക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി, പിന്നെ മല്ലിയില ആവശ്യത്തിന് അരിഞ്ഞതും കൂടി ഇട്ടിട്ട് നമുക്ക് ഇത് കുറച്ച് നേരം അടച്ച് വെക്കുക. അപ്പോൾ സിമ്മാക്കി അടച്ച് വെക്കണം, അടി കരിഞ്ഞു പോവുമില്ലെങ്കിൽ അപ്പം മേലത്തെ നമ്മളുടെ ആ മുട്ടയൊക്കെ ഒന്ന് ഉറച്ചിട്ട് വരും കേട്ടോ. അപ്പോൾ അത് തുറന്ന് നോക്കുമ്പോൾ ഉറച്ചിട്ടുണ്ട്. ഇനി മെല്ലെ അതൊന്ന് തിരിച്ചിടുക. ഒരു 2 മിനിറ്റ് ഒന്ന് തിരിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മഷ്റൂം പൊട്ടറ്റോ ഓംലേറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതൊരു 2 പീസ് ബ്രെഡും ഒക്കെ മതി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്. അടിപൊളി, നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടിയൊന്നും കരിയാണ്ട് നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ മറിച്ചിടാൻ പ്രയാസമുള്ളവർ പ്ലേറ്റ് വെച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ചിട്ടിട്ട് അങ്ങനെ എടുത്താലും മതി കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.